ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ഒട്ടേറെ പ്രത്യേകതയുള്ള തേക്കിന്റെ നാടിന് ഒരു പൊന്തൂവൽ കൂടി. ലോകത്തെ മനുഷ്യനിർമ്മിത ആദ്യത്തെ തേക്ക് തോട്ടം എന്ന ഖ്യാതിയാണ് നിലമ്പൂരിന് മുൻപുണ്ടായിരുന്ന പെരുമയെങ്കിൽ ഇപ്പോൾ പൊതു നടപ്പാതയ്ക്ക് ഷട്ടറിട്ട് പൂട്ടുന്ന രാജ്യത്തെ ആദ്യ നഗരമായും തേക്കിന്റെ നാട് മാറി. ലോകത്തെ മനുഷ്യനിർമ്മിത ആദ്യത്തെ തേക്ക് തോട്ടം എന്ന ഖ്യാതിയാണ് നിലമ്പൂരിന് മുൻപ് ഉണ്ടായിരുന്ന പെരുമയെങ്കിൽ ഇപ്പോൾ പൊതുനടപ്പാതയ്ക്ക് ഷട്ടറിട്ട് പൂട്ടുന്ന രാജ്യത്തെ ആദ്യ നഗരമായി തേക്കിന്റെ നാട് മാറി. നഗര വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഗരസഭ വീതി കൂട്ടുന്ന പ്രവൃത്തിയിലാണ് ഈ അത്ഭുത നേട്ടം കൈവന്നിട്ടുള്ളത്. അന്തർ സംസ്ഥാന പാതയായ കേൻഷി റോഡ് വീതി കൂട്ടിയപ്പോഴാണ് ടൗണിലെ ഒരു പ്രമുഖ വസ്ത്രാലയത്തിന്റെ ഉള്ളിലൂടെ പൊതു നടപ്പാത നിർമ്മിച്ച് സ്ലാബിട്ട് മൂടുന്നത്. കട അടയ്ക്കുന്ന സമയത്ത് മുന്നിലെ നടപ്പാത ഷട്ടറിട്ട് പൂട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. യാത്രക്കാർക്ക് സുഖമായി നടന്നു പോകാനാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലൂടെ യാത്രക്കാരുടെ സുരക്ഷ കൂട്ടി നടപ്പാത നിർമ്മിക്കുന്നത്. നഗരവികസനത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന 2 കെട്ടിട ഉടമകൾ PV അൻവർ MLA-യുടെയും നാട്ടുകാരുടെയും നഗരസഭയുടെയും ഇടപെടലിനെ തുടർന്നാണ് നഗരവികസനത്തിന് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായത്. എന്നാൽ ഇപ്പോൾ ഇത് മറ്റൊരു കുരുക്കായി മാറുകയാണ്. റോഡ് വികസനത്തിനെ അനുകൂലിക്കുന്ന മുഴുവൻ ജനങ്ങളും കെട്ടിട ഉടമയുടെ നടപടിയിൽ പ്രതിഷേധത്തിലാണ്. ഈ 2 കെട്ടിട ഉടമകളുടെ ഭാഗത്തും ഓവുചാലിന്റെ അളവ് ഉറപ്പുവരുത്തേണ്ടതും ജനങ്ങൾക്ക് 24 മണിക്കൂറും ഉപയോഗിക്കാൻ നടപ്പാത തുറന്നു നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നിലമ്പൂരിന്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ MLA ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് ബിൽഡിങ്ങുകൾ പൊളിച്ചു. അവരെല്ലാം സൗകര്യത്തോടു കൂടി ചെയ്തു. പക്ഷേ നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ, ഇപ്പോൾ 2 ബിൽഡിങ്ങുകാർ അതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് പകൽ മാത്രം നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ MA ലോഡ്ജിൻ്റെ ഉത്തരവാദപ്പെട്ട ഉടമസ്ഥർ ആ അരിച്ചാൽ കയറുന്നത് വളരെ മോശമായ രീതിയിലാണ്. കാരണം തീരെ നിലവിലുള്ള ചാലിൻ്റെ വീതി കൂടിയും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ചാല് വീതി കൂട്ടി തന്നെ എല്ലാ ചാലും എത്ര വീതിയുണ്ടോ അതേ വീതിയിൽ എടുക്കേണ്ടവർ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. A+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.